പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു ഉല്ലാസയാത്ര പോയ ഒരു വീഡിയോസാണ് കേട്ടോ. വാഴയൂർ മനസ്സുകളുടെ കൂട്ടായ്മ എന്ന് പേരിട്ടുകൊണ്ട് 2025 ജനുവരി 13 ഓർഗാനിക് ഐലൻഡിലേക്ക് പോയ ഒരു ഉല്ലാസയാത്രയാണ്. ഭിന്നശേഷിയുള്ള മക്കളും അവരുടെ രക്ഷിതാക്കളും ഭിന്നശേഷിയുള്ളവരൊക്കെയാണ് ഈ ഒരു ഉല്ലാസയാത്രയിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറെ സന്തോഷകരം പകരുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് വിശിഷ്ടാതിഥിയായി സലീം കോടത്തൂരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു ഉല്ലാസയാത്രക്ക് ഏറെ ഭംഗി കൂട്ടുകയും നമ്മുടെ മക്കളൊക്കെ ഏറെ സന്തോഷിക്കുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി പിന്നീട് ഞങ്ങൾ ഒരു 2 മണിക്കൂർ ഒരു ബോട്ട് യാത്രയാണ് സംഘടിപ്പിച്ചത്. ഇവിടുന്ന് ഞങ്ങൾ എടുത്ത ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു ബോട്ട് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ഞങ്ങളെ കൂടെ സലീം കോടത്തൂരുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ വീൽ ചെയറായിട്ട് ഒരു 2-3 പേരാണുള്ളത്, ഞാനടക്കമുള്ള കുറച്ച് പേര്. പിന്നെ മാനസിക വെല്ലുവിളികൾ നേടുന്ന മക്കളും അവരുടെ രക്ഷിതാക്കളൊക്കെയാണ്. സലീംക്ക ഞങ്ങളെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായി എന്നുള്ളതാണ് ഈ ഒരു ഉല്ലാസയാത്രയുടെ ഏറ്റവും ഒരു പ്രത്യേകതയായി ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ട്. അപ്പോൾ ബോട്ടിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോവുകയാണ്. ബോട്ടിലേക്ക് കയറി ഞങ്ങളൊക്കെ എല്ലാവരും സെറ്റായി ഇവിടെ ചെയറൊക്കെ ഇട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് സലീം കയുടെ കുറച്ച് വാക്കുകൾ കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കൊരു ഭിന്നശേഷിക്കാരായ കുട്ടിയില്ല എന്നൊക്കെ ചോദ്യങ്ങൾ കേൾക്കുക വിചാരിച്ചതാണ്. അപ്പോൾ അത് മാത്രം പിന്നീട് സഹോദരങ്ങളും പല ആളുകൾക്കും കല്യാണത്തിനുമായാലും സാധാരണ പ്രസിദ്ധമായ അങ്ങനെ ഞങ്ങൾ തന്നെ ഉള്ളിലോട്ട് വലിയത് ഞാൻ ഉണ്ടാവില്ല. പക്ഷേ ഞാനില്ലാത്ത കാലം നമുക്ക് സാധാരണ സഞ്ചരിക്കുന്നത് തോന്നിയപ്പോൾ ഞാൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടു. അത് എന്റെ മകൾക്ക് നാളെ സാധാരണയില്ലാതെ സഞ്ചരിക്കാനുള്ള യോജനകൾ മാത്രമല്ല, മറ്റ് രക്ഷിതാക്കളുടെ അതിന് ആഗ്രഹമായതിന്റെ ഒരാഗ്രഹത്തിലാണ് ഇതിനൊക്കെ ഇറങ്ങിയത്. പിന്നീട് പല ആളുകളും പല അർത്ഥത്തിലൊക്കെയാണ്. ശരിയാവുന്ന പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കാൻ തുടങ്ങി. അത് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അവരുടെ ചെറിയ കുടുംബങ്ങളുള്ള കുട്ടിയായിട്ടല്ല. കാരണം അവർ കുറച്ച് പാട്ടുകളൊക്കെ പാടിയത് എല്ലാവരും മറ്റൊരു തരത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം ആളുകളുടെ പക്ഷേ എന്റെ മനസ്സിൽ എനിക്ക് എത്ര മാത്രമല്ല. എന്നെങ്കിലും അത് ഞാനില്ലാത്ത കാലം വരുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് വളരെ ഇത്രയ്ക്കധികം മനസ്സിലാക്കിയത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യമുള്ള നായിട്ടാണ് നമ്മൾ മാറ്റണം. പക്ഷേ പിന്നീട് അത് നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നതായിട്ട് പറയാറുണ്ട്. ആവില്ല എന്ന് പ്രവചിച്ച ഒരു തലത്തിൽ നിന്നാണ് ഒരു ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭിന്നശേഷിക്കാരെയായ ഒരു മോള് നല്ലൊരു അടിപൊളി പാട്ടേറ്റ് വന്നു, സംകൃത പമകിനി. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഞങ്ങൾക്ക് കൂടെ വന്ന ഈ മിടുക്കിയായ ഭിന്നശേഷിക്കാരിയായ ഈ ഒരു മോള് അവൾക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ നിലത്തി ഇരുന്നിട്ട് അവൾ
അവൾക്ക് കഴിയാവുന്ന രീതിയിൽ ആ പാട്ടിനൊത്തു തുള്ളുകയാണ്. അപ്പോൾ സലീംക്കയും ആ മോളെ സന്തോഷത്തിൽ പങ്കാളിയായി. പിന്നീട് നമ്മളെ കൂടെ വന്ന ടീച്ചർ, വളണ്ടിയേഴ്സായിട്ട് വന്ന ഇതാട്ടോ നമ്മുടെ ടീച്ചറും സഹപ്രവർത്തകരുമാണ് ഇങ്ങനെയൊരു ഉല്ലാസയാത്രക്ക് കോപ്പ് കൂട്ടിയത്. അവരാണ് ഇതിന് മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത്. പിന്നീട് പാലിയേറ്റീവ് വളണ്ടിയേഴ്സ്, ട്രോമ കെയർ വളണ്ടിയേഴ്സ് ഒക്കെ ഞങ്ങളുടെ സേവനത്തിനുണ്ട്. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ
മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും ചേരാമെന്നാക്ക്, അതിലേകം നിസ്താര കായാമിലേക്ക് അടുപ്പ് പാടപ്പോട് പിരിശ തടിമ തങ്കമേ, തടിമ തങ്കമേ, നൂറിന്റെ വട്ടം ഒറ്റ തടിമ തങ്കമേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാടി തങ്കമേ. ും ജിന്നുകൾക്കും അധിപതിയല്ലേ, ഇവിടെ കാണും അത്ഭുതങ്ങളുടെ മാലിക്കുമല്ലേ. പാപമെന്ന ഭാരമേറ്റ് നാള് കഴിഞ്ഞു, നമ്മൾ പാവനമാം ഭുവനമില്ലോടി നടന്നു. പാപമെന്ന ഭാരമേറ്റ് നാള് കഴിഞ്ഞു, നമ്മൾ പാവനമാം ഭുവനമില്ലോടി നടന്നു. പെരിയവനെ നമ്മളെന്നു മാപ്പിനിരുന്നേ, പരസ്പരമാം ജീവിതത്തിൽ ചിന്ത വെടിഞ്ഞേ. ഈ പ്രപഞ്ചമെല്ലാം തീർത്തവന്നിയല്ലേ, ഇവിടെ തനി നമ്മൾക്കല്ല മാത്രമല്ലേ. ഇൻസുകൾക്കും ജിന്നുകൾക്കും അധിപതിയല്ലേ, ഇവിടെ കാണും അത്ഭുതങ്ങളുടെ ഹാനിക്കുമല്ലേ. കരഞ്ഞ് 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 കണ്ണീരൊഴിഞ്ഞു റഹീമേ, നിന്റെ തോഹ റസൂലിന്റെ റോള കണ്ടിടുവാനാ. കരഞ്ഞ് 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 കണ്ണീരൊഴിഞ്ഞു റഹീമേ, നിന്റെ തോഹ റസൂലിന്റെ റോള കണ്ടിടുവാനാ. മൺമറയും മുമ്പവിടെ ചൊല്ലിടുവാനും, ഈ മനമിലുള്ള വേദനകൾ ചൊല്ലിടുവാനും. ഈ പ്രപഞ്ചമെല്ലാം തീർത്തവന്നിയല്ലേ, ഇവിടെ തനി നമ്മൾക്കല്ല മാത്രമല്ലേ. ഇൻസുകൾക്കും ജിന്നുകൾക്കും അധിപതിയല്ലേ, ഇവിടെ കാണും അത്ഭുതങ്ങളുടെ ഹാനിക്കുമല്ലേ. അങ്ങനെ ഞങ്ങളെ വോട്ട് ഞങ്ങൾ ലക്ഷ്യം വെച്ച ഈ സ്ഥലത്തെത്തി, ഓർഗാനിക് ഐലൻഡ്. ഞങ്ങൾ വന്ന വോട്ടാണ്ടത്. അപ്പോൾ എല്ലാവരും വോട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾ ഈ ഓർഗാനിക് ഐലൻഡിലേക്ക് പോവുകയാണ്. ഇതാണ് ഓർഗാനിക് ഐലൻഡ്. ഇവിടെ ഒരു തുരുത്താണ്, ചുറ്റുഭാഗവും പുഴയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 ഏക്കറോളം ഭൂമി ഇവിടെ ഉണ്ടാകുള്ളൂ. അതിൻ്റെ ചുറ്റുഭാഗവും പുഴയാണ്, പുഴയാൽ മൂടപ്പെട്ട് ഈ ഒരു തുരുത്ത്. ഇവിടെ വലിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിക്കാനും ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ട് ടൂറൊക്കെ വരുമ്പോൾ എല്ലാവരെയും കൂട്ടി വരാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം, സെറ്റുണ്ട്, അതുമാതിരി ഫുഡുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാനുള്ള ഇടമൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ പോയപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചതാണ്. അപ്പോൾ നമ്മൾ വീൽ ചെയറായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സെലിംകയുടെ പ്രോഗ്രാം കാര്യമായിട്ട് നമുക്ക് നടക്കാനുള്ളത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനത്തിനൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാവാം എന്ന് കരുതി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. ഭക്ഷണം വാങ്ങുന്നിടത്തൊക്കെ വലിയ തിരക്കാണ്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, സാധാ നോർമലായിട്ടുള്ള സാധാ ഫുഡുണ്ട്. അപ്പോൾ ടീച്ചറും നമ്മുടെ വളണ്ടിയേഴ്സൊക്കെ ഭിന്നശേഷിയുള്ളവർക്കും ഭിന്നശേഷിയുള്ള മക്കൾക്കൊക്കെ ഭക്ഷണം ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. നമ്മളവിടെ വന്നിരുന്നു, നമ്മൾ വയറും നിറച്ചു കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ചേച്ചിമാരൊക്കെ കൊയിലാണ്ടി ഈ ഒരു ഭാഗത്തൊക്കെയുള്ള ചേച്ചിമാരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, വയറും
നിറഞ്ഞിട്ടും കഴിച്ചു. കാരണം അത്ര സന്തോഷം. ഇവിടെ ഈ നല്ലൊരു സ്ഥലത്ത് പ്രകൃതി ആസ്വദിച്ച് പുഴയോട് കിന്നാരം പറഞ്ഞ് പുഴയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ നല്ലൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത് അറിയുന്നില്ല. നമ്മുടെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവിടെ ഇങ്ങനെ വിശ്രമിക്കാനുള്ള ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നല്ലൊരു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലം ഇവിടെ ഞാൻ പോയിട്ടില്ല. പല സ്ഥലത്തും ഞാൻ ഇതുപോലെ ഭിന്നശേഷിയുള്ളവരുടെ കൂടെയും നമ്മളൊക്കെ സംഘടിപ്പിച്ച ഈ ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ്. ടീച്ചറാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് നിങ്ങൾ വരണമെന്ന് എന്നെ ക്ഷണിച്ചത്. അങ്ങനെ ഞാൻ പോയതാണ്. അവിടെ ഒരു ചെറിയൊരു മീൻ വളർത്തുന്ന എക്കോറിയം ഉണ്ട്. ഇവിടെയാണ് ഇവരൊക്കെ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് വിശ്രമിച്ചു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ സലിംക്കയും ഞങ്ങളൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ഗാനമേളനാണ് നടത്തിയത്. വൈകുന്നേരം 6 മണിയോടടുത്ത് ഞങ്ങളിവിടുന്ന് യാത്ര പറയുകയാണ്. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. മണിക്കൂറുകൾ പോയതറിയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഞങ്ങളുടെ ബോട്ടിൽ തന്നെ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനിയും ഇവിടെയൊക്കെ വരാമെന്നുള്ള പ്രതീക്ഷയിലും ഇവിടെയൊക്കെ വരാൻ സർവശക്തൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും യാത്ര പറയുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംഗീത
കാറ്റുമലക്കൊണ്ട പൂങ്കാറ്റ് താരക്ക് നീ കൊണ്ടുവന്നാട്ടെ താരക്ക കാറ്റുമലാട്ടെ പറഞ്ഞാട്ടെ जन्मदिनों मोहम्मद आदम आगे जन्मदिनों मोहम्मद आदम सरी सरी गमा संगीत पमगरी सरी गमा संगीत पमगरी सरी गमा നല്ല കൈ കൊടുത്തേ